ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ മൈസൂരിലാണ് ഉള്ളതിപ്പോൾ. അപ്പോൾ നമുക്ക് മൈസൂരിൽ നിന്ന് ഇപ്പോൾ ലോക്കൽ ലോഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കോഴിക്കോട്ടേക്ക്. പിന്നെ മൈസൂർ അഗ്രികൾച്ചർ. അപ്പോൾ എള്ള് പൗഡറാണ് നമ്മൾ ലോഡായിട്ടുള്ളത്. അപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നേരത്തെ ലോഡിങ് തുടങ്ങിയിട്ടുണ്ട് 5:30 മണിക്ക്. അപ്പോൾ ഇതാണ് ലോഡ്. എള്ളുപൊടി എള്ളല്ല എള്ളുപൊടി ലോഡായിട്ടുണ്ട്. പായടട്ടഞ്ഞ് അപ്പോൾ നമ്മളെ ലോഡിങ് ഫുള്ളായിട്ടുണ്ട്. നമുക്ക് തൂക്കണം. തൂക്കിൻ്റെ ശേഷം നമുക്ക് ബില്ല് കിട്ടും. വളമാണ് കേട്ടോ, വളം എല്ലുപൊടിൻ്റെ വളമാണ്. വളം പിന്നെ ബ്രിഡ്ജിൽ പോട്ടെ, തൂക്കട്ടെ. അപ്പോൾ നമ്മൾ ബ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട്. ഇനി തൂക്കിയിട്ട് ബില്ല് വാങ്ങിയിട്ട് പോകണം. ശ്രീ രംഗനാഥേശ്വര ബ്രിഡ്ജിൻ്റെ പേര്. ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഫുള്ളായിട്ട് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഓരോരോ കമ്പനികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് MGM ഫോറിൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഓരോരോ കമ്പനികളാണ്. കുറേ കമ്പനികളുണ്ട്. ഇത് JK ടയർ കമ്പനിയാണ് കേട്ടോ. JK ടയർ. അപ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിലായിരുന്നു നമ്മൾ ലോഡ് കയറ്റിയിരുന്ന നമ്മളെ കമ്പനി. ഭയങ്കര സെറ്റപ്പാണ് ഇത്. കാരണം റോഡ് സൈഡിലൊക്കെ ടയറിൻ്റെ മറ്റേ റബ്ബർ കൊണ്ട് വന്ന വണ്ടികളാണ് ഇതൊക്കെ. കണ്ടെയ്നർ ഇതൊക്കെ നല്ല ബടാ കമ്പനിയാണ്. സൈഡിൽ നിൽക്കുന്നതൊക്കെ അടുക്ക് വന്ന വണ്ടികളാണ്. അപ്പം നമ്മൾ ഗുണ്ടൽപേട്ട എത്തിയിട്ടുണ്ട്. ഇനി ഗുണ്ടൽപേട്ട RTOക്ക് മാമൂല് കൊടുക്കണം. എന്നിട്ട് നേരെ കോഴിക്കോട്. RTOമാരൊക്കെ എടുത്ത് ഒഴിവാക്കാനായി. അപ്പോൾ അലിയാക്ക RTOക്ക് മാമൂല് കൊടുക്കാൻ പോയി വരുന്നുണ്ട്. ഓരോരോ മാമൂലുകൾ. സുൽത്താൻ ബത്തേരി. ഇപ്പോൾ ഗൂഡല്ലൂർ നേരെ സുൽത്താൻ ബത്തേരി വലത്തോട്ട്, കോഴിക്കോടൊക്കെ വലത്തോട്ട്. അപ്പോൾ നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റിൽ കയറുകയാണ്. ഇവിടെ ചെറിയൊരു 50ൻ്റെ ടോളുണ്ട്. പോവാ. മുത്തങ്ങ ഫോറസ്റ്റ് വഴി പോയിട്ട് കുറേ ദിവസമായി. കാടൊക്കെ നിങ്ങൾ ഉണങ്ങി തുടങ്ങി. ഫോറസ്റ്റൊക്കെ ഉണങ്ങി, പച്ചപ്പൊക്കെ കുറഞ്ഞു. അപ്പം നമ്മൾ സുൽത്താൻ ബത്തേരി എത്തിയിട്ടുണ്ട്. പരിസരമൊക്കെ കാണാൻ എന്തോ ഒരു ഭംഗിയാണ്. നല്ല വൃത്തിയായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് സഹിക്കാൻ പറ്റാതെ ഈ ഒരു നോ എൻട്രി മാത്രമാണ്. ലെഫ്റ്റ് ചെറിയൊരു 100 മീറ്ററിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വളഞ്ഞ് മൂക്കെടുക്കുക എന്നൊക്കെ പറയില്ല. അത്യാവശ്യം സൗകര്യമൊക്കെയുള്ള സ്ഥലമാണ് ആ റോഡ്. ഇതാണ് ഇടിങ്ങ റോഡ്. സുൽത്താൻ ബത്തേരി ബസ് സ്റ്റാൻഡ്. വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിറ്റിയാണ്. ക്ലീൻ സിറ്റിയാണ്. അതേപോലെ എല്ലാ രസമുണ്ട്. എല്ലാ സിറ്റി ഇതേമാരാണല്ലോ ക്ലീനാക്കി വെക്കാം. എന്താ നിങ്ങളുടെ അഭിപ്രായം? നല്ല അഭിപ്രായം. കാണാൻ തന്നെ വൃത്തിയായിട്ട് വെക്കുമ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. സൈഡിലൊക്കെ ചെടിച്ചട്ടിയൊക്കെ വെച്ച്
ചെടി ഇങ്ങനെ വളരുന്നുള്ളൂ, ചെറിയ തൈകളാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ താമരശ്ശേരി ചുരം ഇറങ്ങൽ തുടങ്ങി. ഞങ്ങൾ ഉച്ച സമയമായതുകൊണ്ട് നമ്മളൊന്ന് കൽപ്പറ്റ ഒന്ന് വെയിറ്റ് ചെയ്തു കുറച്ച് സമയം, ചൂടൊക്കെ ഒന്ന് കുറയട്ടെന്ന് കരുതിയിട്ട്. അപ്പം നല്ല മഴ കിട്ടി, നല്ല ഇടി മഴയായിരുന്നു വൈകിട്ട്. റോട്ടിലൊക്കെ വെള്ളം ഇപ്പോഴും ഉണ്ട്, നനവും കാര്യങ്ങളൊക്കെ. നല്ല അടിപൊളി മഴയായിരുന്നു, നല്ല ഇടിയും ഇടിച്ചു കുത്തി മഴ പെയ്യാന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി മഴ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഇറങ്ങൽ തുടങ്ങിയിട്ടുണ്ട്. സമയമൊക്കെ ആയതുകൊണ്ട് വലിയ തിരക്കില്ലാതെ ഇറങ്ങാം. നമ്മൾ ഒന്ന് സമയം ഒന്ന് വൈകിച്ചത്. നമ്മൾ ചുരത്തിൽ നിന്നുള്ള അടിവാരത്തിൻ്റെ കാഴ്ചയാണ്, നല്ല നക്ഷത്രങ്ങൾ താഴെ വീണ് കിടക്കുന്നത്. ശബരി KSRTC ഇവർക്ക് പിന്നെ ചുരമില്ല, കയറ്റമില്ല, ഇറക്കുമില്ല, ഒക്കെ കണക്കാണ്. എല്ലായിടത്തും അവർ ഒരേമാതിരി പോകും. അപ്പോൾ നമ്മൾ കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ബീച്ച് റോഡിലാണ് ഇറക്കാനുള്ളത്, എവിടെയാണെന്ന് അറിയില്ല. ബീച്ച് റോഡിൽ കൊടുത്ത് നിർത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ബീച്ച് റോഡിൽ സൈഡാക്കാരാവില്ല, പണിക്കാർ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാത്രി 11:30 മണിയായി, അതുകൊണ്ട് നമ്മൾ ടൗണിലൂടെയാണ് പോണത്. പകലാകുമ്പോൾ നമുക്ക് നോ എൻട്രി ആണ്, വൺ വേ റോഡുകളൊക്കെയാണ്. പകലാണെങ്കിൽ ബൈപ്പാസിന് ചുറ്റിക്കറങ്ങി പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഐ ലവ് യു കോഴിക്കോട്, ഐ ലവ് കോഴിക്കോട്. ബീച്ചിലത്തെ തിരക്കാണ്. 12 മണിയായി. ഈ മനുഷ്യന്മാർക്കൊക്കെ ഒന്ന് പോയിട്ട് പോയി കടന്നുറങ്ങിക്കൂടെ. കടൽക്കാറ്റ് കൊള്ളാൻ വന്നതായിരിക്കാരോ എല്ലാവരും. എന്തോരം ആൾക്കാരാണ്. പകലത്തെ ചൂട് കുറക്കാനേ, ക്ഷീണം മാറ്റാനൊക്കെ കാറ്റ് കൊണ്ടിങ്ങനെ ഇരിക്കാറാണ്. സംഗതി നല്ല വൈബാണ്. നോമ്പ് അതിന് പെട്ടിക്കടകളൊക്കെ കുറേ കുറവാണ്. മറ്റേ നിറച്ച അച്ചാറ്, ഉപ്പിലിട്ട് അച്ചാറ് കൊണ്ടുപോകാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് രാത്രി 12 മണിക്ക് എത്തി. അവിടെ കടന്നുറങ്ങി. രാവിലെ 6 മണിക്ക് വന്ന് പാർട്ടി വന്ന് നമ്മളെ ഗോഡൗണിൽ കൊടുന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. പായൊക്കെ കഴിച്ച് ഇറക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. ഭയങ്കര ചൂടും ഒരു വിങ്ങലൊക്കെ, ഇതിൻ്റെയൊക്കെ സ്മെല്ല് ഭയങ്കര സ്മെല്ലാണ്. ശ്വാസം കിട്ടാത്ത ഒരു സ്മെല്ല്. ആകെ അടച്ചുറപ്പല്ലേ, ഉള്ളിൽ നിൽക്കാൻ കഴിയില്ല. പുറത്തിറങ്ങിയാലേ ശുദ്ധമായി കിട്ടുള്ളൂ. ലോഡ് ഇറക്കട്ടെ, പുറത്തിറങ്ങി നിൽക്കാം. അങ്ങനെ നമ്മൾ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്ത് കൊടുന്നിട്ടതാണ്. വൈകുന്നേരം ലോഡ് ഇറങ്ങി കഴിഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട് കല്ലായിപ്പാലം, ഇത് കല്ലായിപ്പാലത്തിൻ്റെ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബീച്ചിൻ്റെ അവിടെ നല്ല തിരക്കായതുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നത്. ഇവിടെ നിർത്തിയതാണ്. ഇനി അടുത്ത ലോഡ് എന്താ ഇങ്ങോട്ട് സെറ്റാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം എങ്ങോട്ടാന്നുള്ളത് നോക്കട്ടെ. അത് കല്ലായിപ്പാലാണ്. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, അപ്പോൾ ഇവിടെ കുറച്ച് നിർത്തിയതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.